ഇന്ന് നമ്മുടെ ട്രാൻസാക്ഷൻസ് അധികവും ബാങ്ക് വഴി ആയതുകൊണ്ട് പേയ്മെൻറ്റ് നടത്തുന്നത് ബാങ്ക് പേയ്മെൻ്റ് ആയിട്ടാണ്. ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് കൊടുക്കുന്നത്. അത് പലതരത്തിലാവാം. ചെക്ക് വഴിയോ പേയ്മെൻറ്റ് ആപ്പ് വഴിയോ അതല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴിയൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതിന് രേഖപ്പെടുത്താൻ ബാങ്ക് പേയ്മെൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാങ്ക് പേയ്മെൻറ്റിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് ഫ്രം ബാങ്ക് സെലക്ട് ചെയ്യണം. അതേപോലെ പേയ്മെൻറ്റ് ടു നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ പേയ്മെൻറ്റ്, ഇപ്പോൾ അതൊരു എക്സ്പെൻസ് അക്കൗണ്ട് ആണെങ്കിൽ ആ എക്സ്പെൻസിൽ, ഇപ്പോൾ സ്റ്റേഷനറി എക്സ്പെൻസിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ മറ്റോ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ബാങ്ക് പേയ്മെൻറ്റ് ടു സ്റ്റേഷനറി എക്സ്പെൻസ് എന്ന് പറയുക. അതേപോലെ തന്നെ അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് രേഖപ്പെടുത്തുക. നരേഷൻ വേണമെങ്കിൽ നരേഷൻ കൊടുക്കുക. കോസ്റ്റ് സെൻറ്റർ ഉണ്ടെങ്കിൽ കോസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്ത് സേവ് ചെയ്താൽ വൗച്ചർ സേവ് ആയി. വൗച്ചർ ലിസ്റ്റ് എടുത്താൽ നിങ്ങൾ നടത്തിയുള്ള പേയ്മെൻറ്റിൻ്റെ വൗച്ചർ കാണാം. ആ വൗച്ചർ സെലക്ട് ചെയ്താൽ അതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താം. ചേഞ്ചസ് വരുത്തിയതിന് ശേഷം സേവ് ചെയ്യാം. വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ആ പ്രിൻ്റ് PDF ഫയലായിരിക്കും. ആ PDF ഫയൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം.